സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയർത്തിയെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലും മിസൈലുകളാണ് വീണ്ടും ഗൾഫ് ആകാശത്ത് പായുന്നത്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം വീണ്ടും തുടങ്ങിയതോടെ മിഡിൽ ഈസ്റ്റ് വീണ്ടും യുദ്ധത്തിന്റെ തീക്കനലിലേക്ക് വീഴുകയാണ്. ഇറാന്റെ എണ്ണക്കപ്പലുകൾ അമേരിക്ക ലക്ഷ്യമിട്ടതിന് പിന്നാലെ പ്രത്യാക്രമണങ്ങൾ അരങ്ങേറുകയാണ്. ഓരോ മിസൈലും പതിക്കുമ്പോഴും സമാധാനത്തിനുള്ള സാധ്യതകൾ കൂടുതൽ അകലുന്നു. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുകയാണോ, അതോ ഇറാന്റെ തിരിച്ചടികളാണോ സംഘർഷം അപകടകരമായ തലത്തിലേക്ക് ഉയർത്തുന്നത്? ഒരാക്രമണത്തിന് മറുപടിയായി മറ്റൊന്ന് എന്ന രീതിയിൽ മുന്നോട്ടു പോകുന്ന ഈ ഏറ്റുമുട്ടൽ ഒടുവിൽ നിയന്ത്രണം വിട്ട ഒരു യുദ്ധത്തിലേക്ക് എത്തുമോ? എണ്ണക്കപ്പലുകളിൽ നിന്ന് സൈനിക താവളങ്ങളിലേക്കും ഗൾഫ് കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിന്റെ ആകാശങ്ങളിലേക്കും വ്യാപിക്കുന്ന ഈ സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. പ്രതികാര രാഷ്ട്രീയം എവിടെ അവസാനിക്കും? സമാധാനത്തിന് ഇനി എത്ര ദൂരമുണ്ട്? അതാണ് ഇന്നത്തെ ചർച്ച. ചോദ്യം ലളിതമാണ്. വെടിനിർത്തൽ എന്നത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. അമേരിക്കയും ഇറാനും നേർക്കുനേർ വരുമ്പോൾ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് ഗൾഫ് മേഖല. എണ്ണവില കുതിക്കുമോ? ഗൾഫ് മേഖലയിലെ സുരക്ഷ തകരുമോ? ശക്തി പ്രകടനത്തിന്റെ പുതിയ അധ്യായമാണോ ഇപ്പോൾ തുറക്കപ്പെടുന്നത്? ഇന്ന് ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം തേടുന്നത്.